ഹായ് ഫ്രണ്ട്സ്, ട്രയംഫ് അച്ചീവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിതാ ചൂരമീനിന്റെ 1-2 തല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തലക്കറി വെക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീഡിയോയിലേക്ക് അപ്പോൾ നന്നായിട്ട് ചൂടായ പാത്രത്തിലേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില, ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി. അപ്പോൾ ഇതിനകത്ത് വലിയ സവാള ഉള്ളിയുണ്ട്, ചെറിയ ഉള്ളിയുണ്ട് കേട്ടോ. ഇതിനെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചു കൊടുക്കുക. ഒരു ചെറിയ ചുവപ്പ് നിറം ആകുന്നത് വരെ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ തലക്കറി വെക്കാനായിട്ടുള്ള മസാലയാണ് ഇപ്പോൾ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. മസാലക്കൂട്ട് റെഡിയാക്കിയതിന് ശേഷം ഇതിനകത്ത് നമ്മുടെ തലക്കറി റെഡിയാക്കാനായിട്ടുള്ള നല്ല കേരച്ചൂര മീനിൻ്റെ തലയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഇടുന്നതാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ മസാലക്കൂട്ട് തയ്യാറാക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഈ ഒരു നിറത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ നിറത്തിൽ, ചെറിയൊരു ബ്രൗൺ നിറത്തിലായിട്ടുണ്ട്. ഈ ഒരു നിറത്തിലേക്ക് ആകുമ്പോഴത്തേക്കും ചെറിയൊരു ഉള്ളി നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മുളക് തട്ടി കൊടുക്കുക. ഞാനിവിടെ ഉടങ്കല്ലി മുളകും നമ്മുടെ സാധാ പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി, ഇതാ നല്ല അടിപൊളി 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതിനെ കൂടി നമ്മുടെ സവാളക്കുട്ടന്മാർക്കിടയിലേക്ക് ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ സവാളക്കുട്ടനും നമ്മുടെ ഈ മുളകും തക്കാളിയും കൂടെ ഒന്ന് അടിപൊളിയായിട്ടൊന്ന് വെന്ത് റെഡിയായി വരുന്ന കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാനായി പോകുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് അല്പം ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരല്പം ടൊമാറ്റോ സോസ്, ഒരുപാട് വേണ്ട, ഒരല്പം. അപ്പോൾ അടുത്തതായിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് മസാലപ്പൊടി ചേർക്കുകയാണ്. കറി മസാല, ഒരല്പം കറി മസാല ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി ഒരല്പം, ഒരുപാട് വേണ്ട, ഒരല്പം ചേർക്കാം. ഒരല്പം മല്ലിപ്പൊടി ചേർക്കുക. പിന്നെ നമ്മുടെ സ്വന്തം കാശ്മീരി മുളക് പൊടി ഒരല്പം, അത് കാരണം നമ്മൾ മുളക് നേരത്തെ ചേർത്തിട്ടുള്ളത് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ നല്ലൊരു മണം ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരാളുകൊണ്ട് വിട്ടുപോകരുത്, നമ്മുടെ സ്വന്തം ഇടുക്കി ഗോൾഡ് എന്നറിയപ്പെടുന്ന നമ്മുടെ കുരുമുളക് പൊടി. ഒരുപാട് ചേർക്കേണ്ട, എരിവ് ആവശ്യത്തിന് ഇപ്പോൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരല്പം കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാനിവിടെ 2 കേരച്ചൂരയുടെ തലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയേ ഇട്ടിട്ടുള്ളൂ. നമ്മളിപ്പോൾ ആ കറിക്ക് വേണ്ടുന്ന മസാലയാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് വാളംപുളി 2 നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് വെള്ളം പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. നമ്മൾ അതാണ് ഇതിൻ്റെ കറിയായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക്. ബാക്കി ഉപ്പ് നമുക്ക് എന്തായാലും തല കൂടി ഇതിനകത്തേക്ക് വെച്ചതിന് ശേഷം, മീനിൻ്റെ തലയും കൂടി വെച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതിയാകും. തൽക്കാലം ഒരല്പം ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ പുഴിഞ്ഞു വെച്ചേക്കുന്ന പുളിവെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവുകയാണ്. അത് ഒഴിച്ച് ഒരല്പം തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇടാനുള്ള മീനിൻ്റെ തല കൊണ്ടുവന്ന് ഇടാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. കുറേശ്ശെ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് ഒഴിച്ച് കുളമാക്കരുത്. കുറേശ്ശെ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി വെള്ളം കുറേശ്ശെ ഒഴിക്കുക. അപ്പോൾ പിണമ്പുളിയും കൂടെ, അതായത് കുടംപുളിയുണ്ട്, ആ കുടംപുളിയും കൂടെ കുറച്ചിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് 2 തല വെക്കാനുള്ളതുകൊണ്ട് ഇത്രയും വെള്ളം ഇതിനകത്ത് ഒഴിക്കുകയാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തല ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ പിണമ്പുളി. ഏതായാലും 2 പിണമ്പുളിയും കൂടെ കിട്ടിയിട്ടുണ്ട്. അതും ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിണമ്പുളി അല്ലെങ്കിൽ കുടംപുളി എന്ന് പറയും. കുടംപുളിയും ഇട്ടിട്ടുണ്ട്. ഇതാ അപ്പോൾ നമ്മുടെ കറി ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വൃത്തിയായിട്ട് കഴുകി വെച്ചേക്കുന്ന തലക്കുട്ടന്മാരെ എടുത്തതാ വയ്ക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി, ഒരല്പം ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള തലക്കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള തലക്കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ മീൻകറി വെച്ചെല്ലാം കഴിച്ച് തീർത്തിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസം മാറ്റി വെച്ചെടുത്തതാണ്. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിറ്റേ ദിവസം നമുക്ക് ദോശയോടൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഗ്രേവിയാണ് ഇത്. നല്ല ടേസ്റ്റാണ്. മീൻ വിഭവമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.